പണക്കാരനാകാം അതും ഹലാലായ മാർഗത്തിൽ. 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ 7 എപ്പിസോഡുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 ലെവലുകളെ കുറിച്ചാണ്. ഈ 4 ലെവലുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം, അതായത് പണക്കാരൻ എന്നുള്ള ലെവലിലേക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 4 ലെവലുകളെ കുറിച്ച് അല്ലെങ്കിൽ 7 എപ്പിസോഡുകളെ ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് നല്ലൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത 2 എപ്പിസോഡുകളിൽ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞത് ഇൻവെസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കും എക്കണോമിക്കും നമ്മുടെ രാജ്യത്തിനും ഉണ്ടാകുക എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസുകളെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, പണത്തെ ഗ്രോ ചെയ്യിപ്പിക്കാൻ എന്തൊക്കെ പോസിബിലിറ്റീസ്, എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പക്ഷെ അവിടെ ഡിസ്കസ് ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, അതിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് നല്ല ക്യാഷ് മുടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളായിരുന്നു. അത്യാവശ്യം ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ കുറഞ്ഞ എമൗണ്ട് മാത്രം സാലറി ഉള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റിങ്ങിൽ ഭാഗവാക്കാവാൻ കഴിയാത്തൊരവസ്ഥ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, ഏത് കുറഞ്ഞ സാലറി ഉള്ള ഒരാൾക്കും ഇൻവെസ്റ്റിംഗ് എന്നുള്ള ആ ഒരു ജേണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് കുറഞ്ഞ എമൗണ്ട് വെച്ചിട്ട് നമുക്കൊരു കമ്പനിയുടെ ഷെയർ മേടിക്കാൻ പറ്റും. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ പല പേരിൽ അറിയപ്പെടാറുണ്ട്. ഷെയർ മാർക്കറ്റ് എന്നും, ഇക്വിറ്റി മാർക്കറ്റ് എന്നും, സെക്കൻഡറി മാർക്കറ്റ് എന്നും, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റുകളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, സ്റ്റോക്ക് മാർക്കറ്റ് ഹലാലാണോ എന്നുള്ളത്. കാരണം ഞാനിവിടെ നടത്തുന്നത് ഹലാൽ പേഴ്സണൽ ഫിനാൻസ് പ്ലാനിനെ കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഡൗട്ടാണ് എന്ത്, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഹലാലാണോ എന്നുള്ളത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് ഹറാമാണ് എന്ന് കരുതിയിട്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല എന്ന് കരുതിയിട്ട് മാറി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരുടെ മനസ്സിലുള്ള ചോദ്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഹലാലാണോ എന്നുള്ളത്. അങ്ങനെ മനസ്സിൽ ഡൗട്ടുള്ള ഒരാളോട് എനിക്ക് നേരെ തിരിച്ച് അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം, ബിസിനസ് ഹലാലാണോ എന്നുള്ള. ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രശ്നം എന്താ? അതൊരിക്കലും ഒറ്റ വാക്കിൽ മറുപടി പറയാൻ കഴിയില്ല. കാരണം നമ്മൾ നടത്തുന്ന ബിസിനസ്സും ഏത് ബിസിനസ്സാണ് നടത്തുന്നതെന്നും ആ ബിസിനസ് എങ്ങനെയാണ് നടത്തുന്നതെന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് തീരുമാനം. അപ്പോൾ അതുകൊണ്ട് അത് ഒറ്റയടിക്ക് മറുപടി പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ല സ്റ്റോക്ക് മാർക്കറ്റ് ഹലാലാണോ എന്നുള്ളത്, അതേപോലെ ബിസിനസ് ഹലാലാണോ എന്നുള്ളത്. ഇതിനെ ഞാനൊരു ഇമാജിനറി എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് ഞാനൊരു കാർ വർക്ക്ഷോപ്പ് തുടങ്ങി, വേറൊരു സുഹൃത്ത് ഒരു ബാറും തുടങ്ങി, ഒരു മദ്യശാല തുടങ്ങി എന്നിരിക്കും. എന്താണ് ഈ രണ്ട് ബിസിനസ്സുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഒന്നാമത്തെ ബിസിനസ് ബേസിക്കലി ഒരു ഹലാൽ ബിസിനസ്സാണ്. നേരെ മറിച്ച് രണ്ടാമത്തെ ബിസിനസ് ഒരിക്കലും ഹലാലാവില്ല, അതൊരു ഹറാം ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? നമ്മൾ ഹലാലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസുകളെ കുറിച്ചാണ്, അതായത് ഹലാൽ ബിസിനസ്സിനെ കുറിച്ചാണ്. സപ്പോസ് നമ്മുടെ കാർ വർക്ക്ഷോപ്പ്, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1 കോടി മൂലധനമുള്ള ഒരു കമ്പനിയാണ് എന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 1 കോടി മുതൽ മുടക്കുള്ള കമ്പനിയിലേക്ക് ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കരുതിക്കോ. സപ്പോസ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഞാൻ തരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ അതിനെ പാർട്ണർഷിപ്പ് തരിക? ഈ 1 കോടിയെ ഞാൻ എന്ത് ചെയ്യും? 50-50 പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് 50% പാർട്ണർഷിപ്പ് കിട്ടുക. ഇനി അതിനേക്കാൾ ആ ഒരു വലിയൊരു എമൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഷെയർ വിൽക്കുക? ഈ 1 കോടി മൂലധനമുള്ള എൻ്റെ കമ്പനിയെ ഞാൻ എന്ത് ചെയ്യും? 10 തുല്യ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 കഷ്ണങ്ങളാക്കിയാൽ ഒരു ഷെയറിൻ്റെ മൂല്യം എത്ര ഉണ്ടാവുള്ളൂ? 10 ലക്ഷം രൂപ. ഒരാളെ കയ്യിൽ 10 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് എൻ്റെ കമ്പനിയുടെ 10% ഷെയർ ഞാൻ കൊടുക്കും. ഇനി മിക്കവാറും ആൾക്കാരുടെ കയ്യിൽ ഇത്രയും എമൗണ്ട് ചിലപ്പോൾ എടുക്കാനുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതിനുള്ളൊരു അടുത്തൊരു പടിയിലേക്ക് ഞാൻ കടക്കും. ഈ 10 കഷ്ണാക്കി ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഞാനിതിനെ ഒരു 100 കഷ്ണാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിനെ 100 കഷ്ണാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം എന്താ? ഒരു ഷെയറിൻ്റെ വില എന്ന് പറഞ്ഞാൽ വെറും 1 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ആളുടെ കയ്യിൽ 1 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയുടെ ഒരു ഷെയർ ഞാൻ കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഷെയറിൻ്റെ മൂല്യത്തിന് വല്ല വ്യത്യാസം വന്നോ? വ്യത്യാസം വന്നിട്ടില്ല. കമ്പനി പ്രോഫിറ്റ് ആകുമ്പോൾ, കമ്പനിക്ക് ഒരു അത്യാവശ്യം നല്ല ലാഭം ഉണ്ടാകുമ്പോൾ ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം, ഇതിനനുസരിച്ചുള്ളൊരു വിഹിതം ആർക്കും കിട്ടും? ഈ ഷെയറിൻ്റെ ഉടമക്കും കിട്ടും. ഇനി 1 ലക്ഷം ഇല്ലാത്ത ഒരാളാണെന്ന് കരുതിക്കോ. സാധാരണ കയ്യിൽ ഒരു ഷെയർ മേടിക്കണം എന്നുണ്ടെങ്കിൽ 1 ലാഖ് ഒന്നും കയ്യിൽ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഞാൻ
ഒരു 1000 കഷ്ണങ്ങളാക്കി നിർത്തിക്കോ. ഞാനിതിനെ 1000 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ 1 കോടി ക്യാപിറ്റലിനെ 1000 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ഒരു ഷെയറിൻ്റെ മൂല്യം എത്ര? 10,000 രൂപയാണ്. 10,000 രൂപ ഒരാളെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയിലേക്ക് അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടിയും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിലേക്ക് ഞാനിതിനെ മാറ്റി. ഞാൻ ഒന്നും കൂടിയും ഉഷാറാക്കുകയാണ്. 1000 കഷ്ണാക്കുന്നതിന് പകരം ഞാനിതിനെ 10,000 കഷ്ണാക്കി. 10,000 കഷ്ണാക്കിയാൽ ഒരു ഷെയറിൻ്റെ വില എത്രയാണ്? 1000 രൂപ. അപ്പോൾ കുറച്ചും കൂടി എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒന്നും കൂടി ഉഷാറാക്കുകയാണ്. ഞാനിതിനെ 10,000 കഷ്ണത്തിന് പകരം 1,00,000 കഷ്ണങ്ങളാക്കി. 1,00,000 കഷ്ണങ്ങളാക്കിയാൽ ഒരു ഷെയറിൻ്റെ മൂല്യം എത്ര ഉണ്ടാവുള്ളൂ? 100 രൂപ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എന്തായി? ഈ 100 രൂപ പിന്നെ ഒരു ഷെയറിൻ്റെ മൂല്യമാണെന്നുണ്ടെങ്കിൽ ആ 100 രൂപ ഏതൊരാൾക്കും ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ ഞാൻ 1 കോടി കഷ്ണങ്ങളാക്കിയാലോ ഒരു ഷെയറിൻ്റെ മൂല്യം 1 രൂപ ഉണ്ടാവുള്ളൂ. പക്ഷേ സാധാരണ റിയലിസ്റ്റിക്കായ ഒരു ബിസിനസ്സിൽ, ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു ജ്വല്ലറിയിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിൽ ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻസിന് വേണ്ടിയിട്ട് ഒരിക്കലും 100 രൂപയൊന്നും ആരും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എടുക്കില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു 100 ഉറുപ്പിക ഉണ്ട്, എനിക്ക് പാർട്ണർഷിപ്പ് ഉണ്ടോ എന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തരുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പിന്നെ വളരെ കുറഞ്ഞ എമൗണ്ട് വെച്ചിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഇതിനാവശ്യമാണ്. ആ പ്ലാറ്റ്ഫോമിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ കുറഞ്ഞ റേറ്റിന് വലിയ കമ്പനികളുടെ ഷെയർ മേടിക്കാനുള്ള ഒരു സംവിധാനമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ്, ഓഹരി വിപണി എന്തിനാണെന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് കമ്പനികൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ? അതായത് വലിയ വലിയ കമ്പനികൾ ആവുന്ന സമയത്ത് നമുക്ക് ഒരു കമ്പനികളുടെ എന്നും ഒരേ ലെവലിൽ നിൽക്കല്ലോ ചെയ്യുക. കമ്പനി എന്ത് ചെയ്യേണ്ടി വരും? ഒരു ന്യൂ എക്സ്പാൻഷൻസ് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യൂ പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തിയിട്ട് പുതിയ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ആ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഹ്യൂജ് എമൗണ്ട് ന്യൂ പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്യാനും എക്സ്പാൻഷൻ, കമ്പനിയുടെ എക്സ്പാൻഷൻ, ഒന്നെങ്കിൽ ഇതിൻ്റെ വേറൊരു ബ്രാഞ്ചും കൂടി സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയുള്ള പുതിയ പുതിയ എക്സ്പാൻഷൻസിന് ഹ്യൂജ് എമൗണ്ട് ആവശ്യമാണ്. അപ്പോൾ ഈ ഹ്യൂജ് എമൗണ്ട് ഒരു കമ്പനിക്ക് റേസ് ചെയ്യാൻ മെയിനായിട്ട് 2 ഓപ്ഷൻസ് ഉള്ളത്. ഒന്നുകിൽ കമ്പനി എന്ത് ചെയ്യണം? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, പബ്ലിക്കിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്ന് അവരുടെ ഷെയർ വിറ്റുകൊണ്ട് എന്ത് ചെയ്യണം? ക്യാഷ് കളക്ട് ചെയ്യണം. ഈ 2 മാർഗ്ഗമാണുള്ളത്. ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇനി ഇങ്ങനെ ഷെയർ വിറ്റ് ഫണ്ട് കളക്ട് ചെയ്യാൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല കേട്ടോ ഓപ്ഷൻ, വേറെയും പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും എളുപ്പത്തിൽ കളക്ട് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ് സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം ഒന്ന് പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് ഫണ്ട് മേടിക്കാൻ പറ്റും. നേരെ മറിച്ച് സാധാരണ ഒരു കമ്പനി ഷെയർ വിൽക്കണം എന്നുണ്ടെങ്കിലോ അത്യാവശ്യം ക്യാഷ് ടീമിന്, അത്യാവശ്യം പൈസക്കാരിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ക്യാഷ് മേടിക്കാൻ കഴിയുള്ളൂ. ഇതാവുമ്പോൾ എന്താ, പബ്ലിക്കിലുള്ള ജനങ്ങൾ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞ എമൗണ്ട് ആണെങ്കിലും അതൊരു ഹ്യൂജ് ക്യാപിറ്റൽ പെട്ടെന്ന് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ന് പറഞ്ഞാൽ കമ്പനികൾക്ക് റേസ് ചെയ്യാൻ പറ്റും. ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ബിസിനസ് നടത്തിയാൽ എന്താണ് പ്രശ്നം? പലിശ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ആ ബിസിനസ് മുടിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ഭൂരിഭാഗം, ചിലതൊക്കെ ചിലപ്പം നിങ്ങൾക്ക് തോന്നും പച്ച പിടിച്ചിട്ടുണ്ടാവാമെന്ന് തോന്നും, പക്ഷേ ഭൂരിഭാഗം ബിസിനസ്സുകളിലും എന്ത് ചെയ്യും? അതിൽ അവരുടെ ഗ്രോത്തിന് അത് നന്നായിട്ട് എന്ത് ചെയ്യും? കുറക്കും. അപ്പോൾ ബാങ്ക് ലോൺ കൊണ്ട് ഉള്ളൊരു വിഷയം അത് ഹൈ റിസ്ക്കാണ്. കാരണം കമ്പനി പ്രോഫിറ്റിലായാലും ലോസിലായാലും അവരുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? കമ്പനികൾക്ക് കറക്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് വീണ്ടും കടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, വീണ്ടും നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കമ്പനികൾ വീണ്ടും ലോൺ എടുക്കേണ്ടി വരും. അങ്ങനെ കമ്പനി ഫുള്ള് ബാങ്ക്രപ്റ്റായി പോകുന്നൊരവസ്ഥയിലേക്ക് സംഗതി എത്തും. അതിന് പകരം നമ്മുടെ ഷെയർ വിറ്റിട്ടാണ് പിന്നെ കമ്പനികളുടെ ആവശ്യമുള്ള ഫണ്ട് നമ്മൾ കമ്പനികൾ കണ്ടെത്തുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഗുണം? ഈ വാങ്ങുന്ന ആളുകളും എന്ത് ചെയ്യും? ആ കമ്പനിയുടെ ഭാഗവും. അപ്പോൾ ആ കമ്പനിയുടെ വളർച്ചയ്ക്ക് ആരും ആഗ്രഹിക്കും, ഈ വാങ്ങുന്ന ആൾക്കാരും ആഗ്രഹിക്കും. വാങ്ങുന്ന ആളുകൾ അതിൻ്റെ പ്രൊമോട്ടേഴ്സായി മാറും. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ റിസ്ക്കും റിവാർഡും ഒരേപോലെ ഷെയർ ചെയ്യും. റിസ്ക് വല്ല ലോസും വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് കമ്പനി അടച്ചു പൂട്ടേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തൂല. ഇനി കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാലോ അതിൻ്റെ ഗുണം ഇൻവെസ്റ്റേഴ്സിനും കിട്ടും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും വളരെ ഉപകാരമാണ്. അപ്പോൾ എക്കണോമി നല്ല ഉഷാറായിട്ട് നിലനിൽക്കണം. ബിസിനസ്സുകളൊക്കെ നമ്മുടെ നാടുകളിലുള്ള മുഴുവൻ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവർ പലിശക്ക് കടമെടുക്കാതിരിക്കണം.
അവരൊക്കെ ഫുള്ളി ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഇങ്ങനെ എമൗണ്ട് കളക്ട് ചെയ്തിട്ട് നന്നായിട്ട് ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസയും ഗ്രോ ചെയ്യും, കമ്പനിയും ഗ്രോ ചെയ്യും, നല്ല രീതിയിൽ എക്കണോമിയിൽ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വലിയ വലിയ കമ്പനികളുടെ ഷെയറുകൾ, ചെറിയ എമൗണ്ടിന് മേടിക്കാനും വിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു സംവിധാനത്തെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്, സ്റ്റോക്ക് മാർക്കറ്റ് വഴി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഗുണം, ചെറിയ എമൗണ്ട് കൊണ്ട് നമുക്ക് വലിയ കമ്പനികളിൽ ഓണർഷിപ്പ് എടുക്കാമെന്നാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു കാർ വർക്ക്ഷോപ്പിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്, മൂലധനം എത്രയായിരുന്നു, 1 കോടിയാണ്. നേരെ മറിച്ച് വലിയ കമ്പനികളിൽ, ലാർജ് ക്യാപ്പ് കമ്പനികളിൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ 10 ലക്ഷം കോടിയും 100 ലക്ഷം കോടിയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക അതിൻ്റെ എമൗണ്ട് വരിക. അപ്പോൾ ആ ഒരു എമൗണ്ടിനെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക? ഒരു 1000 10,000 കഷ്ണമാക്കിയാലൊന്നും നമുക്ക് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനെ കോടിക്കണക്കിന് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കഷ്ണം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ അതുകൊണ്ട് എന്താ, ആ കമ്പനി വളരുന്ന സമയത്ത് ആ കമ്പനി ഒരു 10% വളർന്നു എഴുതിക്കോ, അതിൻ്റെ ചെറിയ കഷ്ണം നിങ്ങൾ 1000 രൂപയ്ക്കാണ് മേടിച്ചതെന്നുണ്ടെങ്കിൽ ആ 1000 എന്നുള്ളത് എന്താവും, 1100 ആവും. അത് നിങ്ങൾ മേടിച്ച എമൗണ്ടിൻ്റെ 10% അതിൽ ഗ്രോത്ത് ഉണ്ടാകും. അതുകൊണ്ട് വലിയ കമ്പനിയാണ്, അതിൻ്റെ ചെറിയ പോർഷനാണെന്ന് എഴുതിയിട്ട് നമുക്ക് ഗ്രോത്ത് കുറയൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ മേടിച്ച എമൗണ്ടിൻ്റെ ഗ്രോത്ത് നമുക്ക് ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ലിക്വിഡിറ്റി കൂടുതലാണ്. സാധാരണ നമ്മൾ പുറത്തുനിന്ന് സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും ഇല്ലാത്തൊരു കമ്പനിയുടെ ഷെയർ നമ്മൾ മേടിച്ചു, അത് നമുക്ക് വിറ്റ് ഒഴിവാക്കണം എന്ന് കരുതിക്കോ. ഒന്നുകിൽ ആ കമ്പനിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷെ അവരെന്ത് ചെയ്യൂല, ഒന്നുകിൽ അത് എടുക്കൂല, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ എമൗണ്ടിന് എടുക്കൂല, കുറഞ്ഞ എമൗണ്ടിനെ എടുക്കുള്ളൂ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ക്യാഷാക്കി മാറ്റാൻ അത് വലിയൊരു പ്രശ്നമായിരിക്കും. അത് റിസ്ക് ഉള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അത് മേടിക്കാനുള്ള ഒരു ബയ്യറിനെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ആ കണ്ടെത്തലൊക്കെ എന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് ആണ്. നേരെ മറിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് വിൽക്കാനും ആവശ്യമുള്ള സമയത്ത് മേടിക്കാനൊക്കെ പറ്റും. കാരണം എന്താണ്, എന്തുകൊണ്ടാണ് പറ്റുന്നത്, ബയ്യേഴ്സും സെല്ലേഴ്സും ഒരുപാടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങാനും ഇഷ്ടം പോലെ ആൾക്കാർ വിൽക്കാനും ഉണ്ട്. നേരെ മറിച്ച് തീരെ മൂവിങ് ഇല്ലാത്ത, തീരെ ഡിമാൻഡ് ഇല്ലാത്ത ഒരു സ്റ്റോക്ക് നമ്മൾ മേടിച്ചു എന്ന് എഴുതിക്കോ, അത് നമ്മൾ വിൽക്കാൻ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ വാങ്ങാൻ ആളുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഭൂരിഭാഗം കേസിലും ഇതിന് വളരെ ലിക്വിഡിറ്റി കൂടുതലാണ്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും കറക്റ്റ് പഠിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോസ് ഉണ്ടാക്കാനെന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ വിൽക്കാൻ വിചാരിക്കുന്ന സമയത്ത് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ ഒരു 99% അല്ലെങ്കിൽ 98% കേസിലും നമുക്ക് ഈസി ആയിട്ട് വിൽക്കാനും വാങ്ങാനും മിക്കവാറും എല്ലാ സ്റ്റോക്കുകൾക്കും പറ്റും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം, എങ്ങനെയാണ് അതൊക്കെ നോക്കുക എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, ഇതൊരു സെബി റെഗുലേറ്റഡ്, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും. ഈ സെബി റെഗുലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എന്താ സെബി റെഗുലേറ്റഡ് ആയുള്ളൊരു ഗുണം? സെബി റെഗുലേറ്റഡ് ആകുമ്പോൾ സെബിക്ക് ഒരുപാട് റൂളുകളുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതിനൊരു എക്സാമ്പിളായിട്ട് കുറച്ച് പറഞ്ഞാൽ, കമ്പനികളുടെ ഫിനാൻഷ്യൽ റിസൾട്ട് എപ്പോഴും പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യണം എന്നുള്ള, അതിൻ്റെ പ്രോഫിറ്റും ലോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കോലത്തിലാകണം. നേരെ മറിച്ച് നമ്മൾ സാധാരണ ഒരു ചെറിയ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാൻ സാധിക്കുമോ? ചെറിയ കമ്പനി ആണെങ്കിൽ അവരെന്ത് പറയുന്നു അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നാൽ പോലും നമുക്ക് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ കഴിയില്ല. ചിലപ്പോൾ അതിൽ മാനിപ്പുലേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടാകാം. പക്ഷേ ഇതാവുമ്പോൾ അത് പബ്ലിക്കലി അവൈലബിൾ ആകണമെന്ന് ലോ ആണ്. അതേപോലെ പ്രോഫിറ്റും ലോസും ഡെപ്റ്റും, എത്ര കടങ്ങളുണ്ട്, അതേപോലെ ബിസിനസ്സിൻ്റെ മേജർ അപ്ഡേറ്റ്സ്, ഇനി പുതിയ വല്ല ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പണം എവിടുന്നെങ്കിലും കടമെടുത്തിട്ട് ഇനി ബിസിനസ് നടത്തുന്നുണ്ടോ, അങ്ങനെ തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ പുതിയ വല്ല ഇൻവെസ്റ്റേഴ്സും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആണ്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ജ്വല്ലറി അങ്ങനെ തുടങ്ങുന്നുണ്ടെന്ന് എഴുതിക്കോ, അപ്പോൾ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ഫുള്ള് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ? നിങ്ങൾ ചിലപ്പോൾ ഒരു
10 കോടിൻ്റെ ഒരു പ്രൊജക്റ്റിലേ നിങ്ങൾ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം 10 ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഇതിനേക്കാളും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ വെറും ഒരു 10 ലക്ഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കാൻ തന്നെ ചില ആൾക്കാർക്ക് മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ പോയി പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏതെങ്കിലും കമ്പനിയിലേക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിലോ നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ നമുക്ക് എന്തായാലും നമുക്ക് പ്രോഫിറ്റ് തരും എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഒരാളെ ഏൽപ്പിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം ആവുന്ന സമയത്ത് അത് നമുക്ക് കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ നോക്കാനും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് മാത്രം. അപ്പോൾ അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനിയും ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയാനുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ള ഒരു ഓൾ ഓവർ ഒരു പെരിഫറൽ നോളജാണ് നമുക്ക് കിട്ടിയത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം വേണം, എന്തെങ്കിലും അക്കൗണ്ട് വേണ്ടതുണ്ടോ, ഇനി അതേപോലെ ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ അത് ഹലാലായ രൂപത്തിലാണോ, ഹലാലായ സ്റ്റോക്കാണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം, അങ്ങനെ തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പിന്നെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതേപോലെ മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ വരാനുണ്ട്. പിന്നെ ഇതേപോലെ ഗ്രേ മാർക്കറ്റ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മളെ സെക്കൻഡറി മാർക്കറ്റ് എന്നാണ് പറയാം. അതേപോലെ ഗ്രേ മാർക്കറ്റ് ഉണ്ട്. അതേപോലെ സെക്കൻഡറി മാർക്കറ്റിന് പുറമെ ഒരു പ്രൈമറി മാർക്കറ്റ് ഉണ്ട്, അതായത് IPO. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു ഓൾ ഓവർ ഒരു ഐഡിയ ഞാൻ തന്നു. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പണക്കാരാവാം, അതും തികച്ചും ഹലാലായ മാർഗ്ഗത്തിൽ.